എബ്രായർക്ക് എഴുതിയ ലേഖനം 11:35. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയും, കാരണം അവിടുന്നാണ് ജീവൻ നൽകുന്നവനും ആയുസ്സിന്മേൽ അധികാരമുള്ളവനും. സാധാരണഗതിയിൽ മരിച്ചു കഴിഞ്ഞാൽ ഉയർപ്പ് സാധ്യമല്ല, കാരണം ദൈവം തന്നെ വച്ചിരിക്കുന്ന ക്രമവും വ്യവസ്ഥയുമാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. ഇതിൽ മരണം എന്ന വ്യവസ്ഥ അപൂർവം സന്ദർഭങ്ങളിൽ താൽക്കാലികമായി ദൈവം മാറ്റിവെക്കാറുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി ബൈബിളിൽ കുറഞ്ഞത് 7 പേര് ഉയർത്തെഴുന്നേറ്റു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാം തങ്ങളുടെ അതേ ശരീരത്തിൽ തന്നെ ജീവൻ പ്രാപിച്ച് കുറേ കാലം കൂടെ ജീവിച്ചിരുന്ന് പിന്നീട് മരിച്ചവരാണ്. ഹാനോക്ക്, ഏലിയാവ് എന്നിവർ മരണം കൂടാതെ എടുക്കപ്പെട്ടു എന്നും കാണുന്നു. യേശുക്രിസ്തു എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇവയെല്ലാം ദൈവം മരണമെന്ന വ്യവസ്ഥയ്ക്ക് താത്കാലികമായും യേശുക്രിസ്തുവിൽ ശാശ്വതമായും മാറ്റം വരുത്തിയതാണ്. എബ്രായ ലേഖനത്തിൽ മരിച്ചവർ ഉയർത്തതിനെക്കുറിച്ച് പറയുമ്പോൾ അത് വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. മരണത്തെപ്പോലും മാറ്റി നിർത്തുന്ന വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസത്തെ ദൈവം ആദരിക്കുന്നതാണ് ഇതിലെല്ലാം സംഭവിക്കുന്നത്. യേശുക്രിസ്തു മരണത്തിൻ്റെ മേലും അധികാരമുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് മരിച്ചവരെ ഉയർപ്പിച്ചതിലൂടെ. അവിടുന്ന് തന്നെ എന്നേക്കുമായി ഉയർത്തതിലൂടെ മരണത്തിന് കേവലം താത്കാലിക പരിഹാരമല്ല, ക്രിസ്തുവിൽ ശാശ്വത പരിഹാരമുണ്ടെന്ന് തെളിയിക്കുകയും ചെയ്തു. ദൈവം താൻ വച്ച ക്രമത്തിന് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തൻ്റെ മക്കളുടെ കണ്ണുനീരണിഞ്ഞ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയുടെ മുന്നിലാണ്. അത് ദൈവത്തിൻ്റെ ബലഹീനതയല്ല, അവിടുന്ന് ഏതിനും നമുക്ക് മതിയായവൻ എന്ന് വ്യക്തമാക്കുന്നതാണ്. വിശ്വാസവീരരുടെ പേരുകൾ നിരത്തുമ്പോൾ അതിൽ സ്ത്രീകളും വളരെ പ്രാധാന്യമുള്ള ഇടം നേടിയിട്ടുണ്ട് എന്നത് തന്നെ ദൈവം മുഖപക്ഷമില്ലാതെ വിശ്വാസത്തെ അംഗീകരിക്കുന്നു എന്ന് കാണിക്കുന്നു. ഈ ഭൂമിയിൽ കുറേ കാലം കൂടെ ജീവിക്കാൻ വേണ്ടിയല്ല, ദൈവത്തോടൊത്ത് നിത്യത മുഴുവൻ ജീവിക്കാൻ വിശ്വാസം കൂടിയേ തീരൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.